നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റമാണ്. ഓൾറെഡി ട്രാൻസ്ലേഷണൽ സിസ്റ്റം നമ്മൾ പഠിച്ചു. ഇനി റൊട്ടേഷണൽ സിസ്റ്റമാണ്. റൊട്ടേഷണൽ സിസ്റ്റത്തിലെ ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, റൊട്ടേഷൻ വരുമ്പോൾ നമുക്കറിയാം ഫോഴ്സിന് പകരം എന്തായിരിക്കും നമ്മൾ പറയുന്നത്, ആംഗുലർ മൂവ്മെൻ്റ് ആണ് വരുന്നത്. സോ ടോർക്കിനെ പറ്റിയാണ്, ഫോഴ്സിന് പകരം നമ്മൾ ടോർക്കാണ് കൺസിഡർ ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ആംഗിൾ ഓഫ് റൊട്ടേഷൻ ആയിരിക്കും, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ദെൻ മാസിന് പകരം ഇവിടെ വരുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ എലമെൻ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡാഷ്പോർട്ട് വിത്ത് റൊട്ടേഷണൽ ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ് ബി. ദെൻ ടോർഷണൽ സ്പ്രിംഗ് വിത്ത് സ്റ്റിഫ്നെസ് കെ. അപ്പം അങ്ങനെ 3 എലമെൻറ്റ്സും ഫോഴ്സിന് പകരം ടോർക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ് എടുക്കുന്നത്. ഇവിടെ നോക്കിക്കുക, ഫസ്റ്റ് എലമെൻറ്റ് ഐഡിയൽ റൊട്ടേഷണൽ മാസ് എലമെൻ്റ് ആണ്. ഇവിടെ ജെ എന്ന് കാണിച്ചിരിക്കുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്. ടോ ഈസ് ദ അപ്ലൈഡ് ഫോഴ്സ്. ദെൻ തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ അപ്ലൈഡ് ടോർക്ക് ടോ എന്നെടുത്തിട്ടുണ്ട്. ടോ ജെ എന്ന് പറയുന്നത് ബൈ ന്യൂട്ടൺസ് ലോ ഒപ്പോസിങ് ടോർക്ക് ആണ്. ടോ ജെ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. By Newton's second law, tau j is equal to j d square theta by dt square, and theta is the angular displacement in radians ആണ്. എലമെൻ്റ് എന്ന് പറയുന്നത് ഐഡിയൽ റൊട്ടേഷണൽ ഡാഷ്പോർട്ട് ആണ്. വൺ എൻഡ് ഫിക്സഡ് റെഫറൻസ് ആയിട്ട് വരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രിക്ഷണൽ എലമെൻറ്റ്, ഡാഷ്പോർട്ട് എലമെൻറ്റ് ക്യാപിറ്റൽ ബി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ടോർക്ക് അപ്ലൈ ചെയ്യുമ്പം തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു. ദെൻ ടോ ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. നമുക്കറിയാം വെലോസിറ്റി പ്രൊപ്പോർഷണലായിരിക്കും ഫ്രിക്ഷണൽ ടോർക്ക് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു ടോ ബി ഈസ് ഈക്വൽ ടു ബി ഡി തീറ്റ ബൈ ഡി ടി എന്ന് കിട്ടും. ദെൻ ഇനി ഇവിടെ ഒരു എൻഡ് റെഫറൻസ് ആയിരുന്നപ്പോഴാണ് ഇങ്ങനെ വന്നത്. 2 എൻഡും കണക്റ്റഡ് ആണെങ്കിൽ അറ്റ് ബോത്ത് എൻഡ്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ 1 ആൻഡ് തീറ്റ 2 ആവുകയാണെങ്കിൽ, ടോ ഈസ് ഈക്വൽ ടു ടോ ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് തീറ്റ 1 മൈനസ് തീറ്റ. ദാറ്റ് ഇസ് ഡിഫറൻഷ്യൽ വെലോസിറ്റിയാണ് എടുക്കുന്നത്. തീറ്റ 1 മൈനസ് തീറ്റ 2 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഒപ്പോസിങ് ടോർക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ബോഡിയാണ്. ഇവിടെ വരുന്നത് എന്തായിരുന്നു, ആംഗുലർ ആക്സിലറേഷനാണ്. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ്. ഇവിടെ വരുന്നതെന്ന് പറയുന്നത് ഫ്രിക്ഷണൽ എലമെൻറ്റിൽ വരുന്നത് ആംഗുലർ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണലാണ്. ഇനി അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ഐഡിയൽ സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കെ ആണ്. ഇതുപോലെ 1 ഇൻറ്റു ഫിക്സഡ് റെഫറൻസ് ആയിട്ട് വരുമ്പം അപ്ലൈഡ് ടോർക്ക് കെ ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു കെ തീറ്റ ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ. നമ്മൾ അപ്ലൈ ചെയ്ത ടോയ്ക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു ഒപ്പോസിങ് ഫോഴ്സ് ആണ് വരുന്നത്. ടോ കെ ഈസ് ഈക്വൽ ടു കെ തീറ്റ. ദെൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറയുന്നത്, ടോ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് 2 എൻഡിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ തീറ്റ 1 മൈനസ് തീറ്റ 2 എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണലായിരിക്കും. ദാറ്റ് ഇസ് അപ്ലൈഡ് ടോർക്ക് ടോ ഈക്വൽ ടു torque opposing torque by the spring element which is equal to k is a proportionality constant known as spring constant is equal into theta 1 minus theta 2 എന്ന് വരും. നിങ്ങൾക്ക് 3 എലമെൻറ്റ്സും കൂടെ വരുന്ന ഒരു എലമെൻ്റ് എടുത്തിരിക്കുകയാണ്. അതായത് 3 ഫാക്ടേഴ്സ് വരുന്ന ടോർക്ക് അപ്ലൈ ചെയ്യുന്ന എലമെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ജെ, അങ്ങനെ ഒരു ഫോഴ്സ്, ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ, ദെൻ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എസ് കെ ആൻഡ് ഫ്രിക്ഷൻ ബി. ഇതെല്ലാം ഒരു ഫിക്സഡ് റെഫറൻസിലാണ് ഈ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും ഫ്രിക്ഷനും ഒക്കെ വരുന്നത്. അങ്ങനെ വരുന്ന ഒരു സിംഗിൾ എലമെൻറ്റിൻ്റെ ഒരു സിംഗിൾ നോഡാണ് വരുന്നത്. അതായത് ഒരു സിംഗിൾ വാല്യൂ ആണ് വരുന്നത്. അതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ജെ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ദാറ്റ് ഇസ് ഏതാ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്, ഇനേർഷ്യ കോൺസ്റ്റൻ്റ് ആണ് ജെ. എന്തിന് പ്രൊപ്പോർഷണലാണ്, ഏരിയയ്ക്ക് പ്രൊപ്പോർഷണലാണ്. ഇത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തീറ്റ. സോ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. ഏരിയ അല്ല, ആക്സിലറേഷൻ. ദെൻ ഇവിടെ വരുന്നതെന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഫ്രിക്ഷണൽ എലമെൻറ്റ് ബി ആണ്. അപ്പം ബി ഫ്രിക്ഷൻ ഓഫർ ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കെ തീറ്റ. ഇവിടെ വരുന്നതെന്ന് എന്താണ്, കെ എന്ന് പറയുന്ന സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫേർഡ് ബൈ
കെ സ്പ്രിങ്. പ്രോബ്ലമാണ് വരുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ടു ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതണം. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും അതിൻ്റെ ഔട്ട്പുട്ട്, അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം എഴുതണം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഔട്ട്പുട്ടിൻ്റെ ലാപ്ലേസ്. ദാറ്റ് ഈസ് ഇവിടെ രണ്ട് ഔട്ട്പുട്ട്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഏതാ? ടോ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ടോർക്കാണ്. റൊട്ടേഷണൽ സിസ്റ്റമാണ്, അപ്പോൾ ടോർക്ക് അപ്ലൈ ചെയ്യുന്നു. θ1 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. J1 J2 എന്ന് പറയുന്ന രണ്ട് നോട്ട്സ്, രണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വരുന്നുണ്ട്. K എന്ന് പറയുന്ന സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ബിറ്റ്വീൻ J1 ആൻഡ് J2. ദെൻ B എന്ന് പറയുന്ന ഫ്രിക്ഷണൽ എലമെൻറ്റ് ബിറ്റ്വീൻ J2 ആൻഡ് റെഫറൻസ് ഫിക്സഡ് ആണ്. ദെൻ θ2 ഇസ് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ J2. അങ്ങനെ ഔട്ട്പുട്ട് നമുക്ക് രണ്ട് ജംഗ്ഷൻസ് ആയിരിക്കും വരുന്നത്. J1 ഉം J2 എന്ന് പറഞ്ഞാൽ രണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വരുന്നത്. അപ്പം ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ രണ്ട് മാസസ് വരികയാണെന്ന് കൺസിഡർ ചെയ്യുക. M1 M2 വരികയാണെങ്കിൽ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ അതുപോലെ തന്നെ J1 ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, J2 ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം കൂടെ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എഴുതണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് എലമെൻറ്റ് J1 എടുക്കുക. ഈ J1ലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന എന്തൊക്കെയാണെന്ന് നോക്കുക. J1 മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് ഫസ്റ്റ് എലമെൻറ്റ്. ദെൻ ടോർക്ക് ഡയറക്റ്റ് വരുന്നുണ്ട്. θ1 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. K എന്ന് പറയുന്ന സ്പ്രിങ് എലമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഇക്വേഷനിൽ വരിക. ദാറ്റ് ഈസ് ടോ എന്ന് പറയുന്ന ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെ വരും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ J1 d² θ1 by dt² പ്ലസ് ഏത് എലമെൻ്റാണ്? പിന്നെ ഇവിടെ ഫ്രിക്ഷൻ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. സോ ഇവിടെ വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് d² θ1 by dt². ഇവിടെ ഒരു K എന്ന് പറയുന്ന വാല്യൂ വരുന്നത് സ്പ്രിങ് ആണ്. കണക്റ്റഡ് ബിറ്റ്വീൻ 1 and 2 ആണ്. അപ്പം K is equal to K into θ1 minus θ2 എന്നാണ് എടുക്കേണ്ടത്. ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എടുക്കേണ്ടത്. θ1 minus θ2. ദെൻ സെക്കൻഡ് എലമെൻറ്റ്, സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുമ്പം J2 നോക്കുക. J2ലേക്ക് ഡയറക്റ്റ് കണക്റ്റഡ് ഏതൊക്കെയാണെന്ന് നോക്കുക. J2ലേക്ക് ഡയറക്റ്റ് ടോർക്കൊന്നും കാണിച്ചിട്ടില്ല. J1 ഡയറക്റ്റ് ടോർക്ക് അപ്ലൈ ചെയ്യുന്നത്. അത് കാരണമാണ് J2 മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്. ഇപ്പം J2 എന്ന് പറയുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ J2 d² θ by dt². ടോർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഈക്വൽ ടു 0 പ്ലസ് ഏത് എലമെൻറ്റാണ്? ഫ്രിക്ഷൻ എലമെൻ്റ് ഉണ്ട്. ഫ്രിക്ഷൻ ബിറ്റ്വീൻ this mass and ground ഉണ്ട്. that is B into dθ2 by dt. then K എന്ന് പറയുന്നത് between 2 and 1. അപ്പോൾ നമ്മൾ ഏതാ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ അത് ഹയർ ആയിട്ട് എടുക്കുകയാണ്. that is അതുകൊണ്ടാണ് K into θ2 minus θ1. നമ്മുടെ രണ്ട് ഇക്വേഷൻസ് റെഡിയാണ്. ഇക്വേഷൻ 1 and 2. ദെൻ ഈ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. ദെൻ 1ൻ്റെയും 2ൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം. ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണ് അടുത്തത്. ഫസ്റ്റ് ഇക്വേഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. ടോ എന്ന് പറയുന്നത് ടോ ഓഫ് എസ് ആവും, അല്ലെങ്കിൽ ടി ഓഫ് എസ് എന്ന ടോർക്ക്. ദെൻ J1 d² θ by dt² ലാപ്ലേസ് എന്ന S² into θ ഓഫ് എസ്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് പഠിക്കുന്നതാണ്. അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഡിഫറൻഷ്യൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദെൻ ഇനിഷ്യൽ കണ്ടീഷൻ 0 എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ബാക്കിയൊന്നും വരാതെ. ദെൻ പ്ലസ് K into θ1 ഓഫ് എസ് മൈനസ് θ2 ഓഫ് എസ്. ദെൻ ഇതിൽ നിന്ന് θ1 ഉള്ള ടേംസ് എല്ലാം ഒരുമിച്ചാക്കി, θ2 ഉള്ളതെല്ലാം ഒരുമിച്ചാക്കി. ദെൻ സെക്കൻഡ് ഇക്വേഷൻ ഇതുപോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നു. ഇവിടെ 0 ആണോ ഒന്നും ചെയ്യാനില്ല. ദെൻ ഇതിൻ്റെ ലാപ്ലേസ് J2 into S² θ ഓഫ് എസ്, B into S into θ2 ഓഫ് എസ് പ്ലസ് K into θ2 ഓഫ് എസ് മൈനസ് θ1 ഓഫ് എസ്. അതാണ് എഴുതിയത്. ദെൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നതിനകത്ത് ഏതൊക്കെ ടേംസ് ഉണ്ട്? θ2 ഓഫ് എസും θ1 ഓഫ് എസും ഉണ്ട്. ഇവിടെ ടോർക്ക് ഇല്ലല്ലോ, ടോർക്ക് 0 ആണ്. സോ ഇതിൽ നിന്ന് നമ്മൾ θ1 ഓഫ് എസിനൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ ഈ ഇക്വേഷൻ നമ്മൾ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമുക്ക് വേണ്ട വാല്യൂ എന്താണെന്ന് നോക്കണം. ഔട്ട്പുട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ θ2 ഓഫ് എസ് ബൈ ടോ ഓഫ് എസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇൻ ടേംസ് ഓഫ് θ2 ഓഫ് എസ് ആൻഡ് ടോ ഓഫ് എസിൽ നമുക്കൊരു ഇക്വേഷൻ വേണം. അപ്പം നമ്മുടെ ഈ ഇക്വേഷനകത്ത് ടോ ഓഫ് എസ് ഉണ്ട്, θ1 ഓഫ് എസും θ2 ഓഫ് എസും ഉണ്ട്. അപ്പോൾ ഈ θ1 ഓഫ് എസിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ θ2ലാക്കുക. ദെൻ θ2 ഓഫ് എസ് ബൈ ടോ ഓഫ് എസ് ആക്കുക. അതാണ് എയിം ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ θ1 ഓഫ് എസിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇത് നമ്മൾ ഇക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ടോ ഓഫ് എസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു θ2 ഓഫ് എസ് എന്ന് കിട്ടും.
മൈനസ് കെ തീറ്റ 2 ഓഫ് എസ്. അപ്പം ടോ ഓഫ് എസിൻ്റെയും തീറ്റ 2 ഓഫ് എസിൻ്റെയും ടേംസിലോട്ട് മാറി. ദെൻ ഫൈൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തീറ്റ 2 ഓഫ് എസ് ബൈ ടോ ഓഫ് എസ് എഴുതുക. ഇത്രയാണ് ചെയ്യാനുള്ളത്.